BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പൈപ്പ് വഴിയുള്ള ഗ്യാസ് കണക്ഷൻ ഉണ്ടെങ്കിൽ LPG കണക്ഷൻ നിർബന്ധമായും ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ. ഇക്കാര്യം വ്യക്തമാക്കുന്ന സന്ദേശം ഗുണഭോക്താക്കൾക്ക് പാചകവാതക വിതരണ ഏജൻസികൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു വീട്ടിൽ LPGയും പൈപ്പ് ഗ്യാസും ഒരുമിച്ച് കൈവശം വയ്ക്കുന്നത് കേന്ദ്ര സർക്കാർ വിലക്കിയിട്ടുണ്ടെന്നും രണ്ടുമുണ്ടെങ്കിൽ LPG ഒഴിവാക്കണമെന്നുമാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. നിശ്ചിത ദിവസത്തിനകം LPG ഒഴിവാക്കിയില്ലെങ്കിൽ അത് റദ്ദാക്കുമെന്നാണ് ഗുണഭോക്താക്കൾക്ക് കിട്ടിയ വിവരം. പലർക്കും പല സമയപരിധിയാണ് നൽകിയിരിക്കുന്നത്. അതേസമയം പൈപ്പ് ലൈൻ ഒഴിവാക്കാനുള്ള അവസരമില്ല. ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡാണ് പൈപ്പ് വഴി പ്രകൃതിവാതകം എത്തിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധത്തെ തുടർന്ന് LPG ഗുണഭോക്താക്കൾ PNGയിലേക്ക് മാറണമെന്ന് മാർച്ച് 25-ന് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. കേന്ദ്രത്തിന്റെ പുതിയ നിർദ്ദേശത്തോടെ LPG സബ്സിഡി കിട്ടുന്ന ഉജ്ജ്വൽ യോജന ഉപഭോക്താക്കളും ആശങ്കയിലാണ്. അതേസമയം പുതിയ കണക്ഷനും വിലക്കുണ്ട്. പാചകവാത പ്രതിസന്ധി കുറഞ്ഞെങ്കിലും ഇപ്പോഴും പുതിയ LPG കണക്ഷൻ നൽകാനോ അധിക സിലിണ്ടർ അനുവദിക്കാനോ തയ്യാറായിട്ടില്ല. പുതിയ വീടെടുത്ത് മാറാൻ ഉൾപ്പെടെ ഇത് കാരണം ബുദ്ധിമുട്ടുകയാണ്. ഗ്രാമീണ മേഖലയിൽ ഇപ്പോഴും 45 ദിവസം കഴിഞ്ഞാൽ മാത്രമേ സിലിണ്ടർ മാറ്റാൻ അപേക്ഷിക്കാനാവുന്നുള്ളൂ. നഗരമേഖലയിൽ ഇത് 25 ദിവസമാണ്. കമ്പനികൾക്കനുസരിച്ച് വ്യത്യാസമുണ്ട്. പാചകവാതക സിലിണ്ടർ ഗുണഭോക്താക്കളോട് ബയോമെട്രിക് മാസ്റ്ററിംഗ് നടത്താനും നിർദ്ദേശമുണ്ട്. ജൂലൈയിൽ മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഗ്യാസ് റദ്ദാവുമെന്നാണ് പറയുന്നത്. രേഖാമൂലം ഇത്തരം അറിയിപ്പൊന്നും തന്നിട്ടില്ലെന്നും സന്ദേശങ്ങൾ വന്നിട്ടുണ്ടെന്നും ഉപഭോക്താക്കൾ പറയുന്നു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.